Hi children, hope everyone's safe and fine and enjoying your online classes. So in the previous classes, we learned many things. Do you remember what are the things we learned in our previous classes? In the first class, we learned what is buoyancy. Do you remember what is buoyancy? When a material completely or partially immersed in a fluid, then the fluid exerts an upward force on the object. This is called buoyancy. Then in the next class, we discussed what are the factors affecting buoyancy. Do you remember that? The factors affecting the buoyancy was the density of the liquid, volume of the object, etc. So let's start today's class by watching a video. Are you all ready? Yes, let's watch the video and come back. What did you observe in the video? Yes, something which is moving under the ocean. Do you know what is that? Yes, it's a submarine. മലയാളത്തിൽ അതിനെ നമ്മൾ മുങ്ങിക്കപ്പൽ എന്ന് പറയും. മുങ്ങിക്കപ്പൽ കടലിന് അടിയിൽ കൂടെ സഞ്ചരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കടലിനടിയിൽ കൂടെ സഞ്ചരിക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ? Sometimes the submarine want to go deep under the sea, but sometimes it needs to keep its position somewhere under the sea and sometimes it needs to come to the top of the sea. അല്ലേ? മുങ്ങിക്കപ്പൽ കടലിനടിയിലേക്ക് പോകണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആവശ്യം വരുമ്പം കടലിൻ്റെ നടുക്ക് വന്ന് നിൽക്കണം, ഒരു പൊസിഷനിൽ സേഫ് ആയിട്ട് നിൽക്കണം. അത് കഴിഞ്ഞാൽ അത് നമ്മുടെ സർഫേസിലേക്ക് വരണം, അല്ലേ? ഓഷ്യൻ്റെ സർഫേസിലേക്ക് വരണം. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സബ്മറൈൻ എങ്ങനെയാണ് കടലിനടിയിലേക്ക് പോകാനും അതേസമയം കുറച്ച് താഴെ വന്ന് നിൽക്കാനും അല്ലെങ്കിൽ ടോപ്പിലേക്ക് വരാനും ഒക്കെ പറ്റുന്നതെന്ന്? ഇറ്റ് ഈസ് സംതിങ് because of the buoyancy. Do you want to know about it? Okay, so before that, let's do some activity. And I have taken 2 aluminum foils. ഈ അലൂമിനിയം ഫോയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഫുഡൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിലാണ്. ഞാൻ അതിൽ നിന്ന് 2 ചെറിയ പീസസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ബോത്ത് ഹാവ് ദ സെയിം ഡയമെൻഷൻസ്, സെയിം വിഡ്ത്ത് ആൻഡ് സെയിം ലെങ്ത്. രണ്ടും ഒരുപോലെ ഇരിക്കുന്ന 2 അലൂമിനിയം ഫോയിൽസ് ആണ്. ഇതിൽ ഒരു അലൂമിനിയം ഫോയിൽ ഞാൻ ചെറുതായി മടക്കാൻ പോവുകയാണ്, ഫോൾഡ് ചെയ്യാൻ പോവുകയാണ്. Now I am going to fold one of these aluminum foils like this, small folds. Okay. Yes. Now it look like this. So one of the aluminum foil remains like this, but one aluminum foil I folded like this. 2 aluminum foils now we have. One is folded and one is a sheet of aluminum foil. Remember, both have the same dimensions, but one of the foil I folded to make like this shape. Remember, 2 aluminum foils was of identical dimension. Both have same width and same length. I have a transparent bowl here and I am going to pour some water into the bowl. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ്. ഓക്കെ, ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. നൗ വി ഹാവ് സം വാട്ടർ ഹിയർ. നമ്മൾ നേരത്തെ മടക്കി വെച്ച് 2 അലൂമിനിയം ഫോയിൽസ് ഉണ്ട്, അല്ലേ? ഒരെണ്ണം ഫോൾഡ് ചെയ്യാത്തതും ഒരെണ്ണം ഫോൾഡ് ചെയ്തതും. ഓർക്കുന്നുണ്ട്, ഇത് 2 ഒരേ ഡയമെൻഷൻ ഉള്ളതായിരുന്നു, ഒരേ ലെങ്തും ബ്രെഡ്ത്തും ആയിരുന്നു. നമ്മളതിനെ ഒരെണ്ണത്തിനെ മാത്രം ഫോൾഡ് ചെയ്തു, ഒരെണ്ണത്തിനെ ഫോൾഡ് ചെയ്തിട്ടില്ല. ഇനി ഞാനിത് ഈ വെള്ളത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകും, ഓരോന്നോരോന്നായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പോകും. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഈ അലൂമിനിയം ഫോയിൽ, ഫോൾഡ് ചെയ്ത അലൂമിനിയം ഫോയിൽ വെള്ളത്തിലിട്ട് നോക്കാം. ഇത് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും സംഭവിക്കുന്നത്? സിങ്ക് ചെയ്യുമോ, ഫ്ലോട്ട് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് ഇട്ട് നോക്കാം, അല്ലേ? ഒബ്സർവ് ഇറ്റ് കെയർഫുള്ളി. വാട്ട് ഹാപ്പൻസ് ടു ദ അലൂമിനിയം ഫോയിൽ ഫോൾഡഡ്? What happens? It goes under the water. That means the aluminum foil, folded aluminum foil sinks in the water. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അലൂമിനിയം ഫോയിൽ ഞാൻ ഒന്നും കൂടെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്, നോക്കണം.
സിങ്ക് ചെയ്തു പോയി അല്ലേ. ഇനി ഞാൻ നമ്മൾ ഫോൾഡ് ചെയ്യാത്ത അലൂമിനിയം ഫോയിൽ അല്ലേ, ഫോൾഡ് ചെയ്യാത്ത അലൂമിനിയം ഫോയിൽ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ത് സംഭവിക്കുന്നു, സിങ്ക് ചെയ്യോ ഫ്ലോട്ട് ചെയ്യോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഐ ആം ഗോയിങ് ടു ഡ്രോപ്പ് ദീസ് അലൂമിനിയം ഫോയിൽ ഇൻ ടു ദ വാട്ടർ. വാട്ട് ഹാപ്പൻസ്? എല്ലാവരും ആക്ടിവിറ്റി കണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ചെയ്തത്? 2 അലൂമിനിയം ഫോയിൽസ് എടുത്തു. വി took 2 aluminum foils of the same dimension and one of the aluminum foils we folded and make like a small piece. Then we drop these 2 pieces of aluminum foils into the water. അപ്പോൾ നിങ്ങൾ എന്താണ് കണ്ടത്? 2 പീസസും നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ എന്താണ് കണ്ടത്? ഒരു പീസ് വെള്ളത്തിൽ താഴ്ന്നു പോയി, സിങ്ക് ചെയ്തു. വൺ ഓഫ് ദ പീസസ് സിങ്ക് ഇൻ ദ വാട്ടർ. ഏത് പീസായിരുന്നു വെള്ളത്തിൽ സിങ്ക് ചെയ്തത്? ഫോൾഡ് ചെയ്തതായിരുന്നോ ഫോൾഡ് ചെയ്യാത്ത അലൂമിനിയം ഫോയിലായിരുന്നോ? ഫോൾഡ് ചെയ്ത അലൂമിനിയം ഫോയിൽ വെള്ളത്തിൽ സിങ്ക് ചെയ്തു പോയി അല്ലേ. ഫോൾഡ് ചെയ്യാത്ത അലൂമിനിയം ഫോയിൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നു. ഇനി എന്തുകൊണ്ടായിരിക്കും ഒരു അലൂമിനിയം ഫോയിൽ സിങ്ക് ചെയ്യുകയും ഒരെണ്ണം ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? വി ഓൾറെഡി ടോൾഡ് ദാറ്റ് 2 aluminum foils was of the same dimension. ഒരേ നീളവും ഒരേ വീതിയുമുള്ള 2 അലൂമിനിയം ഫോയിൽസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ ഒരു അലൂമിനിയം ഫോയിൽ മാത്രം നമ്മൾ ഫോൾഡ് ചെയ്ത് ചെറിയൊരു പീസാക്കി എടുത്തു. മറ്റേ അലൂമിനിയം ഫോയിൽ അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ടു. 2 അലൂമിനിയം ഫോയിൽസിൻ്റെയും ഡെൻസിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഫോൾഡ് ചെയ്തപ്പോഴും വന്നു അല്ലേ. The aluminum foil which folded and made thin piece has higher density than the aluminum foil unfolded. ഈ ഫോൾഡ് ചെയ്യാത്ത അലൂമിനിയം ഫോയിലിനെ കഴിഞ്ഞു ഈ ഫോൾഡ് ചെയ്ത അലൂമിനിയം ഫോയിലിന് ഡെൻസിറ്റി കൂടുതലാണ്. ഇനി പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഈ ഫോൾഡ് ചെയ്ത അലൂമിനിയം ഫോയിൽ സിങ്ക് ചെയ്തതും അല്ലാത്ത അലൂമിനിയം ഫോയിൽ ഫ്ലോട്ട് ചെയ്തതെന്ന്? യെസ്, ബിക്കോസ് ഓഫ് ദിസ് അലൂമിനിയം ഫോയിൽ ഹാസ് ഹയർ ഡെൻസിറ്റി ദാൻ ദ വാട്ടർ. സോ ദിസ് sink in the water while the other has lesser density compared to the water, so it float over the water. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? weight of the floating body is equal to the weight of the liquid displaced by it. അതായത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ആ ബോഡിയുടെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോഴാണ് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ എടുത്ത കേസിൽ ഒരു ബോഡി സിങ്ക് ചെയ്തു പോയി അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി ഇസ് നോട്ട് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ. ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, ആ ബോഡി ആ ഫ്ലൂയിഡിൽ സിങ്ക് ചെയ്തു പോകും. മനസ്സിലായോ? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. Weight of a floating body is equal to the weight of the fluid displaced by it. ഇനി നിങ്ങൾക്കൊരു ഫ്ലൂയിഡും ഒരു ഒബ്ജക്റ്റും തന്നാൽ രണ്ടിൻ്റെയും ഡെൻസിറ്റി നോക്കിയിട്ട് സിങ്ക് ചെയ്യുമോ ഫ്ലോട്ട് ചെയ്യുമോ എന്ന് പറയാൻ പറ്റുമോ? പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ മനസ്സിലായി. ഇനി നമുക്ക് വേറൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഈ ആക്ടിവിറ്റിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് വാട്ടറും കുറച്ച് കെരോസിനുമാണ്, കുറച്ച് വെള്ളവും കുറച്ച് മണ്ണെണ്ണയും. എൻ്റെ കയ്യിൽ കുറച്ച് കെരോസിനുണ്ട്, മണ്ണെണ്ണയുണ്ട്. ഇതിൻ്റെ ഒരു ബ്ലൂ കളറുള്ള ലിക്വിഡാണ്. നമുക്കറിയാം കെരോസിൻ വളരെ ഹൈലി ഇൻഫ്ലേമബിൾ ആണ് അല്ലേ, വളരെ പെട്ടെന്ന് തീ പിടിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മണ്ണെണ്ണ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. സോ അപ്പോൾ ഞാൻ ഈ മണ്ണെണ്ണ വേറൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിക്കാൻ പോവാം. ഈ ഗ്ലാസ്സിൽ അപ്പോൾ മണ്ണെണ്ണ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇനി ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാം. Into the glass containing kerosene we poured some water. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മണ്ണെണ്ണ കുറച്ച് മേളിലേക്ക് പൊങ്ങി വന്നു. നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ഈ മണ്ണെണ്ണ ഈ വെള്ളത്തിന് മേളിൽ പൊങ്ങിക്കിടക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡെൻസിറ്റി ഡിഫറൻസ്. Kerosene or water, which one has the higher density? Yes, water has higher density than kerosene. Kerosene ആണ് മണ്ണെണ്ണയ്ക്കാണ് വെള്ളത്തേക്കായും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ളത്. വെള്ളത്തിനാണ് ഡെൻസിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് മണ്ണെണ്ണ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. So it is easy to represent the density of other fluids compared to the density of water. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അതിനുവേണ്ടി നമ്മൾ പുതിയൊരു ടേം ഡിറൈവ് ചെയ്തെടുത്തു. ഇറ്റ് ഈസ് നോൺ ആസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി.
relative density is a ratio of density of a substance to that of water. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിനെ വാട്ടറിൻ്റെ ഡെൻസിറ്റി, വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് to the density of water. Density of water. ഇപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാമെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടും. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ദ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഫിസിക്സിൽ ഏത് ക്വാണ്ടിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തെടുത്താലും അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ നോക്കും അല്ലേ? സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി. വി നോ ദാറ്റ് ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം അല്ലേ? മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഡെൻസിറ്റി എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്? ഡെൻസിറ്റിയുടെ യൂണിറ്റ്, മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഡെൻസിറ്റി ഓഫ് വാട്ടറും അതിൻ്റെ യൂണിറ്റും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും അല്ലേ? അതുകൊണ്ട് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ കിലോഗ്രാം പെർ മീറ്റർ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോകും അല്ലേ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും kilogram per meter cube cancel ആയിപ്പോ. That means relative density is a unitless quantity. Relative density എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് ഇല്ല. It's a unitless quantity. Just before we found that the density of kerosene is less than that of the water. അല്ലേ? വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാണ് മണ്ണിൻ്റെ ഡെൻസിറ്റി നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചതുള്ളൂ. So now let's calculate what will be the relative density of kerosene. നമുക്ക് കെരോസിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരുന്നു റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് നമുക്ക് വേണമായിരുന്നു? റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് കെരോസിൻ്റെ ഡെൻസിറ്റി അറിയണം, അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയും അറിയണം. If the density of water is 1000 kilogram per meter cube and that of kerosene is 810 kilogram per meter cube, then what will be the relative density of kerosene? നമുക്ക് relative density of kerosene എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. So we know that relative density എന്താണ്? Relative density is density of the substance. Density of substance divided by density of water. Density of water. അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഇവിടുത്തെ സബ്സ്റ്റൻസ്? നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കെരോസിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് അല്ലേ? അപ്പോൾ കെരോസിൻ്റെ ഡെൻസിറ്റി എന്താണ്? 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് കെരോസിൻ്റെ ഡെൻസിറ്റി. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെരോസിൻ ഈസ് ഈക്വൽ ടു 810 kilogram per meter cube divided by the density of water is 1000 kilogram per meter cube. 1000 kilogram per meter cube. അപ്പം നമുക്ക് എന്ത് കിട്ടും? 810 divided by 1000 അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? 0.81 എന്ന് കിട്ടും. അപ്പോൾ 0.81 ആണ് മണ്ണെണ്ണയുടെ അല്ലെങ്കിൽ കെരോസിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെരോസിൻ ഈസ് 0.81. അതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് യൂണിറ്റ് ഒന്നും ഇല്ല. Now we are going to check what is the use of relative density in our daily life. നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. We all consume milk in our daily life. Milk contains calcium and important minerals that make our body healthy. So we always want pure milk. നമുക്ക് എപ്പോഴും പ്യുവർ മിൽക്കാണ് വേണ്ടത്. എന്തെങ്കിലും മായം ചേർത്ത മിൽക്കാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് തന്നെ ദോഷകരമാണ്. സോ വി ഓൾവേസ് വാണ്ട് പ്യുവർ മിൽക്ക്. അപ്പോൾ മിൽക്ക് പ്യുവർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ഉപകരണം അതിലിട്ട് നോക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം.
The device that used to check the purity of milk is lactometer. Lactometer is the device that we used to check the purity of milk. പാലിൻ്റെ പരിശുദ്ധി അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ലാക്ടോമീറ്റർ. ആക്ച്വലി ലാക്ടോമീറ്റർ ഈസ് ബേസിക്കലി എ ഹൈഡ്രോമീറ്റർ itself. Hydrometer is the device that used to measure the relative density of a liquid. ഒരു ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹൈഡ്രോമീറ്റർ. In fact, working principle of lactometer is that of hydrometer. ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒരു സബ്മറൈൻ്റെ വീഡിയോ കണ്ടായിരുന്നു അല്ലേ? How the submarine is going deep under the ocean and sometimes coming to the surface of ocean. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, ഈ സബ്മറൈൻ്റെ രണ്ട് വശത്തായിട്ടും രണ്ട് ടാങ്കുകളുണ്ട്. ഈ ടാങ്ക്സ് എംറ്റി ചെയ്തും വാട്ടർ ഫില്ല് ചെയ്തുമാണ് ഇതിൻ്റെ ഡെൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സബ്മറൈൻ ഹാസ് 2 empty tanks in 2 sides. When the tanks are filled with water, then the density of submarine increases. അപ്പോൾ എന്ത് സംഭവിക്കും? സബ്മറൈൻ സിങ്ക് ചെയ്തു പോകും, കടലിൻ്റെ അടിയിലേക്ക് പോകും. When the submarine needs to come to the surface of water, the tank is filled with air, so that the density of submarine goes down and then it comes to the surface of ocean. അതായത് ഈ സബ്മറൈന് രണ്ട് ടാങ്ക്സ് ഉണ്ട് അതിൻ്റെ സൈഡിൽ. അപ്പോൾ ആ ടാങ്ക്സ് വെള്ളം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സബ്മറൈൻ്റെ ഡെൻസിറ്റി കൂടും. അപ്പോൾ അത് ഓഷ്യൻ്റെ താഴേക്ക് സിങ്ക് ചെയ്ത് പോകും. ഇനി ഈ സബ്മറൈന് കടലിൻ്റെ മേളിലേക്ക് വരണമെങ്കിലോ ഈ ടാങ്ക്സ് എയർ കൊണ്ട് ഫില്ല് ചെയ്യും. എയർ നമുക്കറിയാം, എയർ ഡെൻസിറ്റി കുറഞ്ഞതാണ്. അപ്പോൾ എയർ ഈ ടാങ്കിൽ ഫില്ല് ചെയ്യുമ്പോൾ സബ്മറൈൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ സബ്മറൈൻ കടലിൻ്റെ സർഫേസിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സബ്മറൈൻ വർക്ക് ചെയ്യുന്നത്. സോ ലൈക്ക് എ സബ്മറൈൻ empty and fill its tanks to go deep under the sea and to come to the surface of ocean, we also sometimes need to rearrange ourselves. I hope that today's class was interesting and you enjoyed it. Don't forget to complete the follow-up activities. Find out relative density of any two different liquids available at home. Using empty pen and wax, prepare a model of hydrometer and test in different liquids.